Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ രണ്ട് പ്രോബ്ലംസും രണ്ട് തിയറി ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടെണ്ണം എഴുതിയാൽ മതി 4 അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ളത്, രണ്ട് പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഫുൾ മാർക്ക് അതിലൂടെ സ്കോർ ചെയ്യാൻ സാധിക്കും. തിയറി എഴുതുമ്പോൾ എങ്ങനെയാണെങ്കിലും മാർക്ക് കുറച്ച് കുറയാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ പ്രോബ്ലത്തിൽ 3 പ്രോബ്ലം ടോപ്പിക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 2 വരും. അപ്പോൾ അതിൽ ആദ്യം പ്രതീക്ഷിക്കുന്നത് നിർബന്ധമായി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ലിക്വിഡേഷൻ. അതിൽ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രോബ്ലം ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇതിൽ നിന്ന് പ്രോബ്ലം ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൽ നിന്ന് തിയറി പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള തിയറി എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓഫ് ലിക്വിഡേഷൻ ആണ്. ഇതാണ് നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ പ്രോബ്ലം ആണ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ആണ്. നിർബന്ധമായും പഠിക്കണം ഇതിന്റെ പ്രോബ്ലം. ഓക്കെ, അത് വലിയ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പ്രോബ്ലംസ് എന്നല്ല പ്രതീക്ഷിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്. നിങ്ങൾ മെയിൻ ആയിട്ട് ആ 3-4 സ്റ്റെപ്പിലൂടെ കടന്നു പോകണം. അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അല്ലേ, മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ, ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ 3-4 കാര്യങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു SI ചോദ്യം കൂടിയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം. ഇനി ഇതിൽ നിന്ന് തിയറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം, ഇപ്പോൾ പ്രോബ്ലം ഇട്ടില്ലെങ്കിൽ അതിൽ നിന്ന് തിയറി ഇടാൻ സ്കോപ്പുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ്, അതിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജസ് എന്ന് പറയാം. അതിൻ്റെ സ്റ്റേജസ്, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് തിയറി ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ടേ. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അമാൽഗമേഷൻ ആണ്. അമാൽഗമേഷൻ്റെ ഫുൾ പ്രോബ്ലം ജേണൽ എൻട്രീസ് പഠിച്ച ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നത്. കാരണം അമാൽഗമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേഷനാണ്. അപ്പോൾ അത് മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ്റെ മാത്രം ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ എളുപ്പമായി പോയി എന്ന് ഞാൻ പറയുള്ളൂ. പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വീണ്ടും ഈസിയസ്റ്റ് ഇടോ അതല്ല ആസ് യൂഷ്വൽ നോർമൽ പ്രോബ്ലം ഫുൾ പ്രോബ്ലം ഇടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അമാൽഗമേഷൻ്റെ പ്രോബ്ലം എന്തായാലും പഠിക്കണം.
അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം പ്രോബ്ലം ആയിട്ടുള്ളതിൽ. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അത് നോക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് സജഷനായിട്ട് പറയാനുള്ള. ഇനി കമ്പൽസറി തിയറി ചോദ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ്. ഇതിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആവാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ്. പിന്നെ ഇതിൽ നിന്ന് ഒബ്ജക്റ്റീവ്സ് ഒക്കെ 5 മാർക്കിൻ്റെയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മെത്തേഡ്സ് ആൻഡ് മോഡൽസ് ആണ്. അത് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാൻ വളരെ ശ്രമകരമാണ്. 2 മാർക്ക് 5 മാർക്കിൻ്റെയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. മെത്തേഡ്സ് ചോദിക്കുകയാണെങ്കിൽ അത് മൊത്തം എല്ലാ മെത്തേഡ്സും പ്രസൻറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അതിലും ഭേദം വേറെ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യാണ്. ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് അതൊക്കെ വരുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്യലാണ് ഏറ്റവും കംഫർട്ടായിട്ട് വരാം. എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെങ്കിലും നോക്കി വയ്ക്കുക, നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അപ്പോൾ ഈ 4 സജഷൻസ് ആണ് എനിക്ക് തരാനുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇനി ആഡ് ഓൺ ആയിട്ട് ഒരെണ്ണം കൂടി പറയാനുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. 2 രീതിയിൽ ഇനിയിപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ചോദിക്കാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. പക്ഷെ ഞാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലീറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം വരാണെങ്കിൽ അത് എഴുതാൻ പറയില്ല, കാരണം ഒരുപാടുണ്ട് അത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം വരാം. അതല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് അത് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ, ചിലപ്പോൾ 5 മാർക്കിലേക്ക് ആവാം, ബിറ്റ്വീൻ ഇൻഡ് AS ആൻഡ് IFRS അതും ചോദിക്കാം. ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്ക് ആയിരിക്കാം. അപ്പോൾ നമ്മൾ SAക്ക് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ 3 പ്രോബ്ലം ടോപ്പിക്സിൽ നിന്ന് 2 എണ്ണം കൺസോളിഡേറ്റഡ് ആവാം, അമാൽഗമേഷൻ ആവാം, അല്ലെങ്കിൽ ലിക്വിഡേഷൻ ആവാം, അമാൽഗമേഷൻ, അല്ലെങ്കിൽ ലിക്വിഡേഷൻ ആവാം, അമാൽഗമേഷൻ ആവാം. ദെൻ ലിക്വിഡേഷനിൽ നിന്നും കൺസോളിഡേറ്റഡിൽ നിന്നും അതിൻ്റെ തിയറി വരാനുള്ള സ്കോപ്പും കൂടിയും അവിടെ ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡ് ASഉം IFRSഉം, അത് ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്കും വരാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് പാർട്ട് സിയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും നമ്മൾ SA പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഏരിയാസ് ഇതിൽ നിന്നൊരു 2 എണ്ണം എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇതിലത്തെ 2 എണ്ണമെങ്കിലും നിങ്ങൾ മിനിമം ഫോക്കസ് ചെയ്ത് പോവുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.